Good morning all. ഞാൻ Ramakrishnan T B MD and CEO of Sharewealth Securities Limited ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കാം. ആദ്യം നമുക്ക് ഇന്നലത്തെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു സ്ലൈറ്റ്ലി വീക്ക് ക്ലോസിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഡൗ ജോൺസ് 91 പോയിൻറ്റ് ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. പക്ഷേ S&P 500 16 പോയിൻറ്റ് താഴെയാണ്. അതുപോലെ തന്നെ നാസ്ഡാക്ക് 171 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടെക്നോളജി ഷെയർസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാലി ചെയ്യായിരുന്നു. അപ്പോൾ ടെക്നോളജി ഷെയർസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. അതേസമയം എനർജി സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് സ്റ്റോക്കുകളൊക്കെ ഇന്നലെ ലോസിൽ നിന്ന് റിക്കവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പോസിറ്റീവായിട്ട് ഡൗ ജോൺസ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 13.94 ഇന്നലെ ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്നത് 13.96 ആയിരുന്നു. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേബിൾ ട്രെൻഡ് തന്നെയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് ട്രെൻഡ് ഒരു സ്റ്റേബിൾ ട്രെൻഡാണ്. പക്ഷേ ടെക്നോളജിയിൽ ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. പക്ഷേ ടെസ്ല ഇന്നലെയും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $225 പെർ ഷെയറിനാണ് ഇന്നലെയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് മെജോറിറ്റി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഏഷ്യൻ മാർക്കറ്റ് ട്രെൻഡും ഒരു മിക്സഡ് തന്നെയായിരുന്നു. ജാപ്പനീസ് മാർക്കറ്റ് താഴെയായിരുന്നു ഇന്നലെ. ഇന്ത്യൻ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റുകൾ മെജോറിറ്റി ഇന്നലെ വീക്കായിട്ടായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ബാങ്കുകൾ 2023 ബൈയിങ് കുറയ്ക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ആയിരിക്കണം. ഗോൾഡ് മിനിഞ്ഞാന്ന് ക്ലോസ് ചെയ്തിരുന്ന $1981 പെർ ഔൺസിനായിരുന്നു. പക്ഷേ ഇന്നലെ ക്ലോസ് ചെയ്ത് $1958.4 പെർ ഔൺസിനാണ്. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യുന്ന $1946 പെർ ഔൺസിനാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $1961 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്നും ഇന്നലെയൊക്കെ ഓൾമോസ്റ്റ് $76.7 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ താഴെയായിരുന്നു. പ്രത്യേകിച്ച് കോപ്പർ ഇന്നലെ വീക്കായിരുന്നു. 2-3 ദിവസത്തെ ഗെയിനിന് ശേഷം ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇന്ന് മോർണിംഗിലും മെറ്റൽ ഫ്യൂച്ചേഴ്സ് വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിലത്തെ Q1 GDP അവർ എക്സ്പെക്റ്റേഷൻ കൂട്ടിയിട്ടുണ്ട്. 2.7% ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. എയർലിയർ എക്സ്പെക്റ്റേഷൻ 1.6% ആയിരുന്നു. അത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ജാപ്പനീസ് മാർക്കറ്റുകളൊന്നും തന്നെ ഇപ്പോൾ ഇന്ന് അതിന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. ഇതിന് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജാപ്പനീസ് മാർക്കറ്റ് വലിയ രീതിയിലാണ് മുന്നേറിയിട്ടുണ്ടായിരുന്നത്. ചൈനീസ് ടെക്നോളജി ഷെയർസ് 3 ഇയർ ലോളാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ബോട്ടം ആയെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ ലെവലിൽ നിന്ന് റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ്. അതോടൊപ്പം തന്നെ ചൈനീസ് ബാങ്കുകളെല്ലാം തന്നെ ഡോളർ ഡെപ്പോസിറ്റുമേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ചൈനയിൽ കട്ട് ചെയ്യുന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസി ഡിസിഷൻ എന്ന് വരികയാണ്. 10 മണിക്ക് RBI ഗവർണർ അനൗൺസ് ചെയ്യും. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഹൈക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വലിയ രീതിയിൽ അത് ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ അത് നിഫ്റ്റിയും സെൻസസും ഒരു ഓൾ ടൈം ഹൈയിൽ ഇന്ന് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയേക്കാം. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഈ ബോർഡ് MPC മീറ്റിങ്ങിന് ശേഷമുള്ള ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മറ്റു ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിയിരിക്കുന്നത് സെലക്ട് ബാങ്ക് സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളൊക്കെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈവൻ ടാറ്റ മോട്ടർ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് 100 rupees പെർ ഷെയറൊക്കെയാണ് ഈ 2 മാസത്തിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാരുതി ആണെങ്കിലും M&M ആണെങ്കിലും അതുപോലെ തന്നെ പല ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പം ഇതൊരു ഇൻഫർമേഷൻ പോയിന്റ് ഓഫ് വ്യൂ തന്ന ന്യൂസാണ്. ക്യാബിനറ്റ് BSNLനെ റിവൈവ് ചെയ്യാൻ പോകണം. 89,000 കൂടി അലോക്കേറ്റ് ചെയ്യാണ്. 4G എക്സ്പാൻഷൻ അതുപോലെ തന്നെ 2024 5G കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. ഒരു ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ്. കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് BSNL. അപ്പോൾ അത് പൊതുവേ ഒരു പോസിറ്റീവ് ന്യൂസാണ് ടെലികോം സെക്ടറിന്.
ടെക് മഹീന്ദ്രയിലെ LIC സ്റ്റേക്ക് 2.01% കൂട്ടിയിരിക്കുകയാണ്. ജൂൺ 6 വരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 8.8% സ്ലൈറ്റ്ലി പോസിറ്റീവാണ് ടെക് മഹീന്ദ്രനെ സംബന്ധിച്ച്. ടിറ്റഗ്ര വാഗൻസ് ജൂൺ 10 ബോർഡ് മീറ്റിംഗ് കൂടുകയാണ്. റൈറ്റ് ഇഷ്യൂ ഉണ്ടാവാം, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാവാം. ധാരാളം ക്യാപിറ്റൽ ആവശ്യമുണ്ട്. കാരണം ടിറ്റഗ്ര വാഗന് 20 വർഷത്തെ റെയിൽവേ വാഗൺ ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇപ്പോൾ അറൗണ്ട് 392 ലെവലിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും നല്ല രീതിയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മുന്നേറാൻ ചാൻസസ് ഉള്ളൊരു സ്റ്റോക്കാണ്. ഇനി മറ്റൊരു ടേൺ അറൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ പ്രീ ബഡ്ജറ്റ് പിക്കായിരുന്നു സുസ്ലോൺ ആണ്. നമ്മൾ ആ പിക്ക് പ്രീ ബഡ്ജറ്റ് കൊടുത്തിരുന്ന 9,000 രൂപയ്ക്കാണ്. ഇപ്പോൾ 14,000 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹ്യൂജ് വോളിയാണ് ഇന്നലെ ട്രേഡിങ്ങിൽ കണ്ടിട്ടുള്ളത്. ഹ്യൂജ് ഡെലിവറിയും കൂടിയാണ്. അപ്പോൾ സുസ്ലോൺ വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നെറ്റ്വർത്ത് പോസിറ്റീവായിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ് സുസ്ലോൺ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് സുസ്ലോനെ സംബന്ധിച്ച്. ഇന്നത്തെ സ്റ്റാർ മിക്കവാറും ടാറ്റ എലക്സി ആയിരിക്കും. ടാറ്റ എലക്സി മെക്കാനിക്കൽ ഡിസൈൻ സ്പേസ് എഞ്ചിനീയറിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. ISR ആയിട്ടുള്ളൊരു ടൈപ്പ് വന്നിരിക്കുകയാണ്. ISR ഇനി സോഴ്സ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ആക്ടിവിറ്റീസും ഡിസൈൻ മോഡ്യൂളൊക്കെ ടാറ്റ എലക്സിയുടെ നിന്നാണ്. ഫസ്റ്റ് ടൈമാണ് ISR ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ISR പറഞ്ഞിരിക്കുന്നത് ടാറ്റ എലക്സിയുടെ കേപ്പബിലിറ്റി വളരെ ഹ്യൂജ് ആണ്, അതുപോലെ വളരെ എഫിഷ്യൻ്റ് ആണ്, വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വീണ്ടും ഇത്തരത്തിലുള്ള ടൈപ്പുകളും ഉണ്ടാവും, പ്രൊഡക്റ്റ് സോഴ്സിംഗ് ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ടാറ്റ എലക്സിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. ഓട്ടോമൊബൈൽ ഡിസൈൻ തുടങ്ങി ടാറ്റയുടെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിലും ഡിസൈനിങ്ങും ഒക്കെ ടാറ്റ എലക്സിയാണ്. ധാരാളം ഗ്ലോബൽ വെൻഡേഴ്സും ടാറ്റ എലക്സിയുടെ കയ്യിൽ നിന്ന് ഡിസൈൻസ് സോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ISROയിലേക്ക് ടാറ്റ എലക്സിയുടെ ഒരു പ്രൊഡക്റ്റ് വരുന്നത് തീർച്ചയായിട്ടും ടാറ്റ എലക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടാറ്റ എലക്സി വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ നമ്മളെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന RBI മോണിറ്ററി പോളിസിയുടെ ഡിസിഷനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടാവാം. നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസസും ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്യാൻ ഒരു പക്ഷേ ഈ ഡിസിഷൻ കാരണമായേക്കാം. എന്നിരുന്നാലും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. ഗ്ലോബൽ സിറ്റുവേഷനും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ക്ലയൻറ്റുകൾ ഓരോ ഹയർ ലെവലിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്താൽ അത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.